ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലും ദൈവമാതാവ് ദുരന്തമുഖങ്ങളെ അതിജീവിക്കുവാനുള്ള നമ്മുടെ കുടുംബത്തിൽ, നാട്ടിൽ, രാജ്യത്ത് ഉണ്ടാകുവാൻ പോകുന്ന ദുരന്തമുഖങ്ങളെ അതിജീവിക്കാൻ വേണ്ട വചനങ്ങളാണ് ഈ മരിയൻ ഉടമ്പടി ആരാധനയിലൂടെ നമുക്ക് നൽകുന്നത്. ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്കൊരു നിമിഷം ഉച്ചത്തിൽ സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹാലലൂയ, 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 മഹത്വം, മഹത്വം, ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന, ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സന്തോഷമേ ആനന്ദത്തിൻ പൂർണ്ണതയേ ശാശ്വതമാ സന്തോഷമേ ആനന്ദത്തിൻ പൂർണ്ണതയേ ശാശ്വതമാ സന്തോഷമേ പൂർണ്ണതയേ
പൂർണ്ണതയേ ശാശ്വതമാ സന്തോഷമേ ആനന്ദത്തിൻ പൂർണ്ണതയേ ശാശ്വതമാ സന്തോഷമേ ആനന്ദത്തിൻ പൂർണ്ണതയേ ശാശ്വതമാ സന്തോഷമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് നാളിതുവരെ ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അഖണ്ഡ ജപമാല മഹാറാലി വൻ വിജയത്തോടെ പൂർത്തീകരിക്കുവാൻ ഞങ്ങളുടെ കൂടെ നിന്നതിന്, സാന്നിധ്യം നൽകി സംരക്ഷിച്ചതിന്, വഴി നടത്തിയതിന്, ക്രമീകരണങ്ങൾ ചെയ്തു തന്നതിന് എല്ലാത്തിനും നന്ദി പറയുന്നു. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ, സ്ഥാപനങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ, ആത്മാവാൽ വഴി നടത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നൽകാം. ഗായക സംഘത്തോട് ചേർന്ന് വലിയ സന്തോഷത്തോടെ ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ നമ്മളെ പ്രത്യേകമായിട്ട് വഴി നടത്തിയതിനും നമ്മളെ ഇവിടെ എത്തിച്ചതിനും 5 ലക്ഷത്തിന് മുകളിലുള്ള വ്യക്തികളാണ് ഈ കഴിഞ്ഞ ദിവസം ഈ അഖണ്ഡ ജപമാല മഹാറാലിയിൽ പങ്കെടുത്തുകൊണ്ട് വലിയ അഭിഷേകം പ്രാപിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിച്ചു പോയിട്ടുള്ളത്. അവരുടെ ഓരോ മക്കളുടെയും വ്യക്തിപരമായിട്ടുള്ള ഓരോ നിയോഗങ്ങളെയും ഏറ്റവും അടുത്ത് നടക്കുന്ന ഈ മരിയൻ ഉടമ്പടി ആരാധനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഒപ്പം തന്നെ റാലിയുടെ പ്രത്യേകമായിട്ടുള്ള ആഗോള മിഷന് വേണ്ടിയിട്ടും, അതായത് ലോകസമാധാനത്തിന് വേണ്ടിയിട്ടും പീഡിത സഭകൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും 2-ാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനത്തിൽ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള സ്റ്റോളിൽ മാത്രമാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യാശയുടെ മഹാജൂബിലിയോടനുബന്ധിച്ച് നമ്മുടെ കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ സന്നിധാനത്തെ അഭിവന്യ ആലപ്പുഴ രൂപതാധ്യക്ഷൻ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുവാനുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി ഉയർത്തിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള കുംഭസാര ശുശ്രൂഷ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള സഹോദരങ്ങൾക്ക് മിനിമം 3 ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും നിങ്ങൾക്ക് അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ തുടങ്ങാവുന്നതാണ്. കൃപാസനത്തിൻ്റെ ഒഫീഷ്യൽ മധ്യസ്ഥ പ്രാർത്ഥനയാണ് അഖണ്ഡ ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒക്ടോബർ 25 നിങ്ങൾക്കറിയാവുന്നതുപോലെ അഖണ്ഡ ജപമാല റാലി കൃപാസനത്തിൽ നിന്ന് അർത്തുങ്കിലോട്ട് നടക്കുന്ന സമയത്ത് വിവിധങ്ങളായ ഈ അഖണ്ഡ ജപമാല ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് അന്നേ ദിവസവും റാലി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ നേരിട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. കൃപാസനത്തിൽ വന്ന് മരിയന് ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യം പറയാത്ത സഹോദരങ്ങൾ എത്രയും വേഗം വന്ന് സാക്ഷ്യം പറഞ്ഞ് അത് ദൈവമഹത്വ രൂപാന്തരീകരണമായും നിങ്ങളുടെ തന്നെ സാക്ഷ്യത്തിൻ്റെ സ്ഥിരീകരണവുമാക്കി മാറ്റണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ പ്രാർത്ഥന കൗൺസിലിങ്ങിനും കൈവയ്പ് ശുശ്രൂഷയ്ക്കുമായിട്ട് കാണാൻ ആഗ്രഹിച്ച് കടന്നു വരുന്ന സഹോദരങ്ങൾ അച്ഛൻ ആ ദിവസം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുവാൻ 9447285400 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറഞ്ഞിട്ടുള്ള ഒരു നിബന്ധനയാണ് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിൽ 11:30 മണിയോടുകൂടി നിങ്ങൾക്കത് കൃപാസനത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ FRVP ജോസഫ് കൃപാസനത്തിലൂടെയും ഒപ്പം തന്നെ ഫേസ്ബുക്ക് പേജായ FRVP ജോസഫ് കൃപാസനത്തിലൂടെയും അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഷക്കീന ടെലിവിഷനിലൂടെയും നിങ്ങൾക്ക് തത്സമയം പങ്കെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക മാത്രമല്ല, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയെല്ലാം ആ ധ്യാനം ഷെയർ ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് ദൈവപിതാവ് വെളിപ്പെടുത്തി കൊടുത്ത സമയത്ത് അച്ഛന് പ്രത്യേകമായിട്ട് ദൈവം കൊടുത്ത ഒരു നോട്ട് എന്നത് ഡോക്യുമെൻറ്റ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്കറിയാവുന്ന പോലെ രാവിലെ 5:30 മണിക്കാണ് അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പോകാൻ പോകുന്ന എല്ലാ മേഖലകളിലെയും നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഡോക്യുമെൻസും നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കിരിക്കാം. പ്രിയമുള്ളവരെ, ദൈവമായിട്ട് ജീവിക്കുന്നത് വളരെ ഈസിയാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു ഗീവ് ആൻഡ് ടേക്ക്, കൊടുക്കുക വാങ്ങിക്കുക എന്നുള്ള ഒരു സിമ്പിൾ ട്രാൻസാക്ഷൻ മോഡിൽ നിന്ന് സ്പിരിച്വാലിറ്റിയെ നമ്മൾ വിമോചിപ്പിക്കേണ്ടതുണ്ട്. സാധാരണ ആൾക്കാർ ദൈവമായിട്ടുള്ള ഇടപെടൽ, ദൈവത്തിന് പ്രാർത്ഥന കൊടുക്കുന്നു, പിന്നെ നമ്മുടെ സൽപ്രവർത്തികൾ കൊടുക്കുന്നു, ബദലായിട്ട് ബാർട്ടർ സിസ്റ്റം അനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ കൈപ്പറ്റുന്നു. ഈ ഒരു ലെവലിൽ ആൾക്കാർ മരിച്ചു പോവുകയും ചെയ്യും പലപ്പോഴും. ഇതിൽ നിന്നും ഒരു അണുവട വളരത്തില്ല. നമ്മളെപ്പോഴും യേശു ദൈവത്തിൻ്റെ ദൃശ്യമാക്കപ്പെട്ട രൂപമാണ്. അപ്പോൾ യേശുവുമായിട്ടൊരു ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വ ബന്ധം രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു കെമിസ്ട്രി വ്യത്യാസമുണ്ട്. നമ്മൾ പ്രഖ്യാപിതമായിട്ട് കർത്താവേ, ഒരു വിശ്വാസിയുടെ നിലവാരത്തിൽ നിന്ന് എന്നെ ഒരു ശിഷ്യനാക്കണമേ, അതെപ്പോഴും നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാര്യം അതൊരു ദൈവവിളിയാണ്. കിട്ടുകയില്ലെന്ന് നമുക്കതിൻ്റെ അകത്ത് മെരിറ്റ് ഇല്ലാത്ത കാരണം ഇത് എല്ലാം നോട്ട് ബൈ മെരിറ്റിലെ ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമനുസരിച്ച് കൊണ്ട് കൊടുക്കുന്നതാണ്. ആ ഇഷ്ടത്തിൻ്റെ പട്ടിക ഇടം പിടിക്കുന്നത് ആണ് നമ്മുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്. ഞാൻ ചില സമയത്തൊക്കെ ചിന്തിച്ചു പോയി, നമ്മുടെ
ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താണ്? ചില കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, അച്ഛൻ ഡെയിലി ബ്രെഡിനും ഉടമ്പടി ധ്യാനത്തിനും സെയിം സബ്ജക്റ്റാണ് ഉപയോഗിക്കണമെന്ന്. ചിലപ്പോഴങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പം നിങ്ങളതിൻ്റെ അത് അലോസരമൊന്നും ഉണ്ടാക്കണ്ട, മറിച്ച് ഡീപ്പൺ ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിച്ചാൽ മതി. കാര്യം ഇതിൻ്റെ ഓരോ ആംഗിളിങ്ങും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വചനം നമുക്ക് തന്നിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസ് മോഡ് വ്യത്യാസമുണ്ടാകും പലപ്പോഴും. പിന്നെ വചന ലിങ്കിങ്ങിലൂടെയാണ്, നിങ്ങൾക്കറിയാമല്ലോ, വചനം ആഫ്റ്റർ ഓൾ അതൊരു എന്താണ്, അതൊരു മോഡം പോലെ പ്രവർത്തിക്കുന്നതാണ്. അപ്പം നമ്മൾ അതുപോലെ തന്നെ എങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യുന്നു അതനുസരിച്ച് അതിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ മനസ്സ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വ്യത്യസ്തമായ മനസ്സ്, വ്യത്യസ്തമായ ഇച്ഛകളും ഒക്കെ വെളിപ്പെടുത്താൻ വേണ്ടി സെയിം വാക്ക് തന്നെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അതാണ് കാലങ്ങളിലുള്ള വചനത്തിൻ്റെ ട്രാൻസ്ലാഷണൽ എബിലിറ്റി ഇങ്ങനെ വ്യത്യസ്തമായിരിക്കും. അത് ഇറ്റ് വിൽ ഡിഫർ അക്കോർഡിംഗ് ടു ദ പേഴ്സൺസ് ഓൾസോ. വ്യക്തികൾക്ക് വഴി അത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് സർവമാന ഒരു ഡയമെൻഷനാണ് ബൈബിളിനുള്ളത്. നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ബൈബിൾ വായിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ബൈബിൾ ഒരു ഭക്ഷണമാണ് ശരിക്കും. ബൈബിള് നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനും നമ്മുടെ ആധ്യാത്മിക ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ക്ലീൻ ചെയ്ത് സെൽഫ് ക്ലീൻ ചെയ്യാനുള്ളൊരു കഴിവ് ബൈബിളിനുണ്ട്. കാര്യം ബൈബിള് ഒരേ സമയം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ ഒരു വ്യക്തിത്വം തന്നെയാണ് വചനം. വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ ഒരു വ്യക്തിത്വം തന്നെയാണ്. അതാണ് നമ്മുടെ വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ. പക്ഷേ ഇത് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനോട് എന്തുമാത്രം സഹകരിക്കുന്നോ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവിക്കാനും ദൈവത്തിൻ്റെ മനസ്സ് നമ്മളിൽ നിറവേറ്റിയെടുക്കാനും പരിശുദ്ധാത്മാവിന് എന്തുമാത്രം മൽപ്പിടുത്തങ്ങൾ കുറഞ്ഞു വരുന്നുവോ അത്രയും നമുക്ക് ദൈവ വെളിപാടുകൾ കൂടുകയും ദൈവ വഴിനടത്തലുകൾ കൂടുകയും ചെയ്യും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ എല്ലാ ദിവസവും മനുഷ്യന്മാരുമായിട്ട് ഇടപെടുന്ന കാരണം മനുഷ്യൻ വല്ലാത്ത രീതിയിൽ എന്താണ് ജീവിതത്തോട് കാണിക്കുന്നത്, ഒരു വിഗ്രസ് ആയിട്ടുള്ള വളരെ പേശിപ്പിടുത്തം ആവശ്യമായിട്ടുള്ള ഒരു വല്ലാത്ത ഒരു കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പോലെ നമുക്ക് തോന്നും. ആധ്യാത്മിക ജീവിതവും ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ജീവിതത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരണതും ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അതും വേറൊരു കഷ്ടപ്പാട്. ഇത്രയും ഒന്നും കാര്യമില്ല ശരിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഞാനെപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നൊരു വിഷയം എന്താ, ഞാനെപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുള്ളതാണ്, കർത്താവേ നീ പറഞ്ഞായിരുന്നല്ലോ, എന്താ പറഞ്ഞത്, ഈ നാഥാനിയലല്ലേ നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം മുഴുവനും. നാഥാനിയെ കണ്ടപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? ഇപ്പം 3 പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഡെയിലി ബ്രെഡിലും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഉടമ്പടി ധ്യാനത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളാണ് പറയേണ്ടത്. നാഥാനിയെ കണ്ടപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ കാപട്യമൊന്നും ഇല്ല, അല്ലേ? ആ വചനം എത്രയാണ്? 1:47 എടുത്തേ. യോഹന്നാൻ 1:47 നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഇപ്പം ഞാൻ ഈശോനോട് ചോദിച്ചത് എന്താണെന്നറിയാമോ? ഇത്രയും നല്ലൊരു മനുഷ്യനെ കണ്ടിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ വിളിച്ചത്? എന്നാൽ അയാളെ വിളിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അയാൾക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല ഈശോ. ദാനിയേൽ ഇതാണ് യഥാർത്ഥ ഇസ്രായേലിയൻ, ഇവന് യാതൊരു കാപട്യവും ഇല്ല. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് അയാളെ ശിഷ്യനാക്കാഞ്ഞത്?
അതാണ് വിഷയം. ഒരു നല്ല മനുഷ്യനായതുകൊണ്ടും കാപഠ്യമില്ലാതിരിക്കുന്നതുകൊണ്ടും ശിഷ്യത്വം വേറൊരു വിഷയമാണ്. ഒരു നല്ല മനുഷ്യനായതുകൊണ്ടും കാപഠ്യം ഇല്ലാത്തത് കൊണ്ടും കർത്താവിന് ശിഷ്യനാക്കണമെന്നില്ല. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ശിഷ്യത്തിന് ഈ കാപഠ്യമില്ലാതിരുന്നാൽ മാത്രം പോരാ, നല്ല മനുഷ്യനായിരുന്നാൽ മാത്രം പോരാ. അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഈ ക്വാളിറ്റീസ് എന്താണെന്ന് കണ്ടെത്തിയാൽ നമുക്ക് സാധാരണ മനുഷ്യർക്ക് കർത്താവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പട്ടികയിൽ വരാൻ പറ്റും. ഒന്നാമതിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, അച്ഛൻ റോമിൽ ധ്യാനിപ്പിക്കാൻ പോയ കാര്യം പറഞ്ഞു. ഉടമ്പടി ധ്യാനം നടത്തി. നമ്മളിവിടെ ഇരിക്കുന്നതെല്ലാം റോമിൽ ധ്യാനിപ്പിച്ചതിൻ്റെ ഉടമ്പടി, റോമിലും ഫ്രാൻസിലും ധ്യാനിപ്പിച്ചതിൻ്റെ ഉടമ്പടി പേപ്പറാണ് മാതാവിൻ്റെ വാതാന്തികത്തിലെ ആൾത്താരെ വെച്ചിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ എടുത്ത് മാറ്റി എൻ്റെ ടൈം കഴിഞ്ഞ് 6 മാസം വെക്കും. നമ്മൾ യൂറോപ്യൻ ധ്യാനങ്ങളെല്ലാം നടത്തുമ്പോഴും അന്തർദേശീയ ധ്യാനങ്ങളെല്ലാം 6 മാസം നമ്മൾ അത് എടുത്തുകൊണ്ട് പോരും. അവർ ഉടമ്പടി ചെയ്ത പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് 6 മാസം വെക്കും. കാര്യം അച്ഛൻ അവിടെ ഇല്ല, അവർക്ക് മെയിൻ്റെനൻസ് നടക്കണില്ല. അവരിനി 2-3 കൊല്ലം കഴിഞ്ഞൊക്കെ നാട്ടിൽ വരത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അവരെടുത്ത ഉടമ്പടിയിലെടുത്ത വിഷയത്തിന് അവർക്ക് സെക്യൂരിറ്റി കിട്ടണം. കാര്യം അവർ നമ്മളെപ്പോലെ തന്നെ അത് അവരുടെ രീതി കഷ്ടപ്പെട്ട് ആണ് അതെല്ലാം ചെയ്തിരിക്കുന്നതും അവർ ഉടമ്പടി ജീവിക്കുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം അവരുടെ വിഷയത്തിൽ ഇടപെടണം. നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ നിങ്ങൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ അശ്വതി എന്നും പറഞ്ഞ് ഒരു മോളുടെ സാക്ഷ്യമുണ്ട്. അശ്വതിയുടെ സാക്ഷ്യം നമ്മളെ ശരിക്കും, ഇപ്പം ഈ സാക്ഷ്യങ്ങൾക്കൊക്കെ ക്രിസ്ത്യനാണോ നോൺ ക്രിസ്ത്യനാണോ എന്ന് നമുക്ക് ആരാ ലീഡ് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. ആർക്കാണ് അതിൻ്റെ കൃപ കിട്ടണത് അവർ ലീഡ് ചെയ്തു പോകും. അശ്വതി ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം അശ്വതി ഇവിടെ കാല് കുത്തിയപ്പോൾ തന്നെ കൗണ്ടറിലിരുന്ന ആൾ അശ്വതി പറയും, നിങ്ങൾ UK പോകണല്ലേ, കൗണ്ടറിലിരിക്കുന്നവർ അത്ര സ്കിൽഫുള്ളല്ല, അത്രയ്ക്ക് കൗൺസിലിങ്ങിലേക്കുള്ള ആൾക്കാരല്ല. അവർ അതിൻ്റെ ഒരു സെക്രട്ടേറിയൽ വർക്ക് ചെയ്യുന്നവരാണ്. ആ സെക്രട്ടേറിയൽ വർക്ക് ചെയ്യുന്നവരെയും കർത്താവ് ഉപയോഗിക്കുകയാണ്. അശ്വതി വരുമ്പോൾ നിങ്ങൾ UK പോകണല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അശ്വതി പറയണത്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്നാണ്. പക്ഷെ നമ്മൾ ചിന്തിച്ചില്ലെങ്കിലും ദൈവം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതാണ് വിഷയം. ചില സമയത്ത് നമുക്ക് തോന്നുവേ, എന്തൊരു രസമാണ് ഈ ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കണത് എന്ന്. ചില നമ്മൾ ചിന്തിച്ചിട്ടില്ല, പക്ഷെ നമ്മളെക്കുറിച്ച് ദൈവം ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളെ ഇരിക്കുന്ന ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ചിന്തയുണ്ട്. നിങ്ങൾക്കത് ശ്രദ്ധയോടുകൂടി ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുകേടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എല്ലാവരെക്കുറിച്ചും അവരെങ്ങനെ ജീവിക്കണം, എന്ത് ഭക്ഷിക്കണം, എല്ലാ കാര്യത്തെക്കുറിച്ചും, ആരെ കല്യാണം കഴിക്കണം, എല്ലാ വിഷയത്തെക്കുറിച്ചും കർത്താവിന് തീരുമാനമുണ്ട്. എന്താ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കമ്മ്യൂണിക്കേഷന് നിന്ന് കൊടുക്കത്തില്ല. നമ്മുടെ ഒരു രീതി അനുസരിച്ചുകൊണ്ട് ആധ്യാത്മികതയെ ആ രീതിയിലേക്ക് നമ്മൾ ഫ്രെയിം ചെയ്യാൻ നോക്കും. ഫ്രെയിമിങ് എ സ്പിരിച്വാലിറ്റി അക്കോർഡിംഗ് ടു അവർ വിംസ് ആൻഡ് ഫാൻസീസ്. നമ്മളുടെ രീതി ശാസ്ത്രമനുസരിച്ചുകൊണ്ട് നമ്മളിതിനെ ചട്ടവൽക്കരിക്കും, ഒരു ചട്ടക്കൂടുണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ അനുഷ്ഠിച്ചെടുക്കും. അതാണ് ഒരു ആധ്യാത്മികതയുടെ സ്വാഭാവികമായ പരിമിതികളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഫ്രഷ് ഹാൻഡ്സ് ലീഡ് ചെയ്യണത് അവർക്ക് ചട്ടക്കൂടുകളില്ല. അതുകൊണ്ട് അവർ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ഐഡിയയും ഇല്ലാതെ വരേണ്ട ആളാണ്. അപ്പോൾ ഒരു രൂപവും ഇല്ലെന്ന് പറയത്തില്ല, ഒരു കാര്യത്തിനും ഒരു രൂപവുമില്ല എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ബ്ലൂ പ്രിൻ്റ് കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ കയ്യിൽ രൂപമുണ്ട്, നമുക്കതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ കയ്യിൽ എല്ലാ കാര്യങ്ങൾക്കും രൂപങ്ങളുണ്ട്.
നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ കുറച്ച് സീരിയസ് ആയണോ എന്ന് പറഞ്ഞതിൻ്റെ കാരണം, പരിശുദ്ധാത്മാവിന് ഇതിൻ്റെ നൂഹവിനെ കുറിച്ചൊക്കെ ഭയങ്കര വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നിലനിൽക്കാനും പരിശുദ്ധാത്മാവിനെ നിലനിർത്താനും പലർക്കും ഒരു പരാജയപ്പെട്ടു പോകുന്നുണ്ട് ആൾക്കാർ. പരിശുദ്ധാത്മാവിനെ നിലനിൽക്കാൻ ഇപ്പോൾ കർത്താവ് പറയത്തില്ലേ, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഇരിക്കണം. രാവിലെ അതിപ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനം കേൾക്കുന്നതാണ്. ഈ ഒറ്റ കേൾവി കൊണ്ട് തന്നെ ചിലപ്പോൾ ജീവിതം രക്ഷപ്പെട്ടു പോകും. സന്തോഷത്തോടെ ഇരിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 15:7. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞേ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഇന്ന കാര്യമൊന്നല്ല, ദൈവത്തിന് എന്ത് തരണമെങ്കിലും സന്തോഷമേ ഉള്ളൂ. അതാണ് ഇഷ്ടമുള്ള ചോദിക്കാൻ പറയണത്. പക്ഷെ എന്താണ് പ്രശ്നം? നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണം. പിന്നെന്താണ്? എൻ്റെ സ്നേഹത്തിൽ അവിടെയാണ് ഒരു പ്രശ്നം. നിലനിൽപ്പാണ് ഒരു പ്രോബ്ലം. ഇപ്പം അശ്വതി അമ്മ പറഞ്ഞ പോലെ തന്നെ ഇപ്പം അവിടുന്ന് കിട്ടിയ നോട്ടനുസരിച്ച് ഇവൾ ഉടമ്പടിയിൽ എനിക്കൊരു വിദേശ ജോലി വേണമെന്ന് എഴുതി വെച്ച്. അവൾക്കറിയത്തില്ലായിരുന്നു പോകാൻ പറ്റുമെന്ന ഒരു ഐഡിയ ഇല്ല അതിനെക്കുറിച്ച്. ആരെ സഹായിക്കും, ആരോട് പറയാം, അങ്ങനെ ഒരു ഐഡിയ ഇല്ല. പക്ഷേ കൗണ്ടറിൽ നിന്ന് കിട്ടിയപ്പോൾ അവർക്കത് ദൈവം സംസാരിച്ച പോലെ തോന്നിയതുകൊണ്ട് അവർ എഴുതി വെച്ച് എനിക്ക് വിദേശത്ത് പോകണം എന്ന് എഴുതി വെച്ച് അവസാനം ഇവർ ഒരു ഏജൻസിക്ക് പൈസ കൊടുത്തു. അയാൾ ആ പൈസയും കൊണ്ട് പോയി. ഈ ഏജൻസി ക്ലോസ് ആയിപ്പോയി, അടച്ചു പൂട്ടി. അപ്പോൾ പിന്നെ അച്ഛനെ കാണേണ്ട ഒരു വിഷയം വന്നു. ഏജൻസി കാശും കൊണ്ട് പോയല്ലേ, പിന്നെ അതിന് ഉള്ള കാശും കൊണ്ട് ഏജൻസി പോയി. ആ ഏജൻസി അവരുടെ ഓഫീസും അടച്ച്. അപ്പോൾ അത് നേരെ എതിരുകട വന്ന ആ വിഷയം. അപ്പോൾ പിന്നെ ഇങ്ങനെ പോണ പരിപാടികളെല്ലാം നിർത്തി. ഇനി പോവുകയും വരികയും ചെയ്യേണ്ട ആവശ്യമില്ല, നാട്ടിൽ നിന്ന് എന്തെങ്കിലും തേടി തിന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് ഈ പോയ കാശില്ലേ, ഏജൻസി അടിച്ചു മാറ്റിയ കാശ് ഏജൻസി മുങ്ങിയില്ലേ, ആ കാശ് വീണ്ടെടുക്കാൻ വേണ്ടി ഇവളെ അച്ഛനെ കാണാൻ വേണ്ടി വരും. ആൾക്കാർ വരും. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലല്ല, അങ്ങനെ എന്തുമാത്രം ആൾക്കാർ വരുന്നു. ചിലരോട് ഈശോ അപ്പം തന്നെ സംസാരിക്കും, ചിലരോട് എന്നിലൂടെ സംസാരിക്കത്തില്ല, പോകുന്ന വഴിക്ക് സംസാരിക്കും. അങ്ങനെ വ്യത്യസ്തമായ എന്തെങ്കിലും. പക്ഷേ എന്തെങ്കിലും നടന്നിരിക്കും ആ വിഷയത്തിൽ, ഒന്നും നടക്കാതില്ല. പിന്നെ ഉടമ്പടി എടുക്കാതെ മറ്റുള്ളവരെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് വരുന്നവരും മറ്റുള്ളവരെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ചൊടിവിൽ അച്ഛനെ കാണാമെന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾ അതിനകത്ത് ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കരുത്. രോഗികളെ മാത്രമേ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. രോഗികൾക്ക് ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങൾ രോഗികളല്ലാത്തവർ എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് വരരുത്. ദാറ്റ്സ് നോൺസെൻസ്. രോഗികളെ കൊണ്ട് ഞാൻ കാണുന്നതിൻ്റെ കാര്യം അവർക്ക് എടുക്കാൻ ആവതില്ല, അതുകൊണ്ടാണ് പറ്റത്തില്ല. അപ്പോൾ അവർ വൈഫ് എടുത്താലും ഹസ്ബൻഡ് എടുത്താലും ഇപ്പോൾ അമ്മയാണ് എടുത്തിരിക്കുന്നത് മകന് വേണ്ടി. മകൻ രോഗിയാണ്, കിടപ്പ് രോഗിയായിരിക്കണം കേട്ടോ, അല്ലാതെ കർത്താവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന രോഗമല്ല. ചിലർക്ക് കർത്താവിനെ കാണുമ്പോൾ രോഗം ഉണ്ടാവും. അവരിതുപോലെയുള്ള ആധ്യാത്മിക ജീവിതത്തിലേക്കൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ അച്ഛന് വേണ്ട തലയെ കൈ പിടിപ്പിക്കാൻ വേണ്ടി അമ്മയുടെ ഉടമ്പടിയും കൊണ്ടുവരും. അങ്ങനെയൊക്കെ ആൾക്കാരെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഈ ഫ്രോഡ് ആൾക്കാരെ കാണുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയും അവൻ്റെ കാര്യം ക്ലോസ് ചെയ്യാൻ പറയും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പിന്നെ കിടന്ന് അലറുകയൊന്നുമില്ല, പക്ഷെ സംഭവം ക്ലോസ് ആയിരിക്കും. കാര്യം ദൈവത്തെ അവനെ അംഗീകരിക്കുന്നത് പോരായ്മയായിട്ട്, ദൈവത്തെ അമ്മ വഴിട്ട് അമ്മയുടെ ആ ഒരു യോഗ്യതയിൽ ദൈവത്തെ ടെസ്റ്റ് അവൻ ചെയ്യണത്. അല്ലെങ്കിൽ അവന് വിശുദ്ധമായ സ്ഥലം, ജനലക്ഷങ്ങൾ രക്ഷപ്പെട്ട സ്ഥലമല്ലേ.
അവിടെ വരുമ്പോൾ അവൻ ദൈവത്തിൻ്റെ ആളാണെങ്കിൽ ദൈവം തന്നെ അവനോട് പറയും, നീ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് വരാൻ പറയും. ചില ആൾക്കാർ ഈ അച്ഛന്മാരെയൊക്കെ കൊണ്ടുവന്ന് രാവിലെ എന്നെ കാണുന്നത് പറയുമ്പോൾ അച്ഛനല്ലേ എന്ന് ഓർത്തുകൊണ്ട് പ്രീസ്റ്റല്ലേ, അപ്പം നമ്മളൊരു ബഹുമാനമൊക്കെ വേണമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അച്ഛനെ അകത്തോട്ട് വരാൻ അനുവദിക്കും. പക്ഷെ വന്നിട്ട് അച്ഛൻ പറഞ്ഞത് എന്താ, ആരെങ്കിലും ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടോ, അവരൊന്ന് കാണണം, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഉടമ്പടി ഉള്ളത്, അവർക്ക് ഉടമ്പടിക്കാൻ കഴിയുകയില്ല. അപ്പം അച്ഛനെ കാണിച്ചിട്ട് ചുളിവിൽ അനുഗ്രഹം അടിച്ചു മാറ്റാൻ പോയി. അങ്ങനെയൊക്കെ ഒരച്ഛന്മാരും വരരുത്, ആർക്ക് വേണ്ടിയും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യരുത്. ദൈവദൃഷ്ടിയിൽ ഉടമ്പടിക്കൊരു ദൈവികമായ ലക്ഷ്യമുണ്ട്. അല്ലാതെ ആ പ്രോസസ്സിങ് ചെയ്യാതെ അവൻ പറയണത് പോലെ ചെയ്തു കൊള്ളാമെന്ന് നമ്മൾ ദൈവദൃശ്യനും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശ്വരനോട് പറഞ്ഞുകൊണ്ട് അച്ചിട്ട പോലെ ആൾക്കാർ ജീവിക്കണത്. അതുകൊണ്ട് ആൾക്കാർക്ക് അനുഗ്രഹം കിട്ടണത്. അത് കണ്ടുകൊണ്ട് പുറം വാതിലൂടെ അച്ഛന്മാരെയും വേറെ ആൾക്കാരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്തു ഒന്നും ചെയ്യരുത്. അതുകൊണ്ട് പ്രയോജനമില്ല. ഞാനാണെങ്കിൽ അച്ഛനാണെന്ന് പറഞ്ഞാലും ആരാണെന്ന് പറഞ്ഞാലും ഞാൻ മുഖത്ത് നോക്കി അപ്പം തന്നെ കാര്യം പറയും. അത് പുറം വാതിലൂടെ വരുന്നയാൾ അച്ഛൻ ശ്രദ്ധിക്കണം, അച്ഛനെ കരുവാക്കണവരെന്ന് പറയും. കാര്യം അങ്ങനെ ഞാൻ ഒരു പേഴ്സണലായിട്ട് റിലേഷൻ ആരുമായിട്ടും കീപ്പ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് എനിക്ക് ആരുടെയെങ്കിലും കൂട്ട് നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല. എന്താ കാര്യം, നമ്മളൊരു നിശ്ചിതമായ രീതിയിൽ സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിലും പണം ഇല്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് അതൊന്നും തടസ്സമല്ല. അതെല്ലാം ശുശ്രൂഷകളുടെ വഴികളിൽ പോലെ തന്നെ. അതുകൊണ്ടാണ് ആർക്കും പ്രൈവറ്റായിട്ട് ആരെയും ഇവിടെയൊക്കെ എഴുതി വച്ചിരിക്കണം അകത്ത് വരരുതെന്നൊരു കാര്യം. കുറച്ച് ചിലർക്ക് കാശുണ്ടാവും, എന്നാൽ കുറച്ച് കാശ് കൊടുത്തിട്ട് അച്ഛനെ കണ്ടേക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കത്തില്ല. എൻ്റെ ആവശ്യമില്ല. ഞാൻ തന്നെയും കുർബാന പണം പോലും ഇവിടെ നിന്ന് മേടിക്കണില്ല. ഇവിടുന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവില്ല, എടുത്തില്ലല്ല. ഞാൻ തന്നെയും കുർബാനയ്ക്ക് പണം മേടിക്കണില്ല. എനിക്ക് നേരത്തെ ഉള്ള കുറച്ച് എൻ്റെ ശുശ്രൂഷയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് വരുമാനം സൂക്ഷിച്ചിട്ടുണ്ട്. അത് വെച്ച് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യും, അത്രയേ ഉള്ളൂ. ഇവിടുന്ന് 5 പൈസ മേടിക്കത്തില്ല കൃപാസനത്തിൽ നിന്ന്. നിങ്ങളങ്ങനെ ധരിക്കരുത്. ഞാനിവിടുത്തെ കൃപാസന ഫണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം അതുകൊണ്ട് ഉള്ള കാര്യം നിലപാടുകളാണ്. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. ആ നിലപാടിൽ നമുക്കെന്താ പ്രാധാന്യം? ക്രിസ്തുവിനെ ഗെറ്റ് ജീസസ് ആൻഡ് സേവ്ഡ്. റിസീവ് ജീസസ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നീ ക്രിസ്തുവിനെ സ്വീകരിക്കാനാണ് തയ്യാറായെങ്കിട്ടുണ്ടെങ്കിൽ നീ ആ കാര്യങ്ങളിൽ വളരാൻ നോക്കണം ഓരോ ദിവസവും. കർത്താവിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയണത് ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഈ നാദാനികളൊക്കെ സൈഡ് ലൈൻ ചെയ്തതിൻ്റെ കാരണം അതാണ്. അതിലൊരു കാര്യമാണ്, ഈ കാപഠ്യമില്ലാത്ത നല്ല മനുഷ്യനെ എന്തുകൊണ്ട് ശിഷ്യനാക്കിയില്ല? അയാൾ നല്ല മനുഷ്യനാണെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ അത് ആ യോഗ്യത പോരാ. കർത്താവ് പറയണത് നിങ്ങൾ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാകരുതെന്ന് പറയും. ഇപ്പം ലുക്കാൻ്റെ സുവിശേഷമില്ല, ലുക്കാൻ്റെ സുവിശേഷം എടുത്ത് 9:23 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 9:23. ലൂക്ക 9:23. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യതാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യതാണ്. ചടുത്തി പറ, സ്വയം വൃത്തിയാകും. പിന്നെ പറഞ്ഞോളൂ. അനുദിനം. ദാറ്റ് ഈസ് അതാ അനുദിനം. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ വൺസ് ഇൻ ഫോർട്ട്നൈറ്റ് അല്ല, നടക്കത്തില്ല വർക്കൗട്ട്. ഇത് വളരെ സീരിയസാണ്. ഈ കുരിശെന്ന് പറഞ്ഞ സാധനം ഇന്നെടുത്ത് പിന്നെ അടുത്ത ആഴ്ച എടുക്കണമല്ല. ആ അനുദിനം എന്നുള്ള വാക്കാണ് പ്രശ്നം. ഇതിലൊന്നും ഈ നാദാനിയേൽ ഇതൊന്നും പറ്റത്തില്ല. അയാൾ സിംപ്ലിഫൈ അലക്കി തേച്ച അയാൾ ഒരു മനുഷ്യനാണ്.
പക്ഷെ അയാൾക്ക് ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ പറ്റത്തില്ല. ക്രിസ്തുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ ആദ്യം ഡെയിലി ക്രോസ് ഉണ്ടാകണം. ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ള സംഭവമാണ്. അന്നു വേണ്ട ആഹാരം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അന്നു വേണ്ട കുരിശ്. ഏതെങ്കിലും ഒരു നിമിഷം ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചങ്കിനൊരു വേദന ഒരു ആധ്യാത്മിക മുദ്ര പോലെയാണ്. ഏതെങ്കിലും ഒരു ദിവസം അല്ല ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു മുഹൂർത്തം എന്തിനെങ്കിലും കുറിച്ച് ആരെങ്കിലും തന്ന വിഷയത്തിനെക്കുറിച്ച് ഒരു വേദന മനസ്സിൽ സൂക്ഷിച്ചിട്ട് അത് നിങ്ങൾ ക്യാരി ഓവർ ചെയ്യണം ക്രിസ്തുവിൻ്റെ നാമത്തിലെന്ന്. പിന്നെ നമ്മൾ റിലീവ്ഡായി. മനസ്സിലായില്ലേ? നമ്മളെ റിലീവ്ഡ് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമാക്കുക. അല്ലെങ്കിൽ അത് തന്നെ തലയെ കൊണ്ട് നടന്ന് തലഭാരമേറ്റി നടക്കണമല്ല. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ദിവസം ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചും അവരുണ്ടാക്കിയ വിഷയങ്ങളെക്കുറിച്ചും നമുക്കൊരു വേദന, അതാണ് ആസ്തി എന്ന്, ആധ്യാത്മിക ആസ്തി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ക്യാരി ഓവർ ചെയ്യും, ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് നമ്മൾ ക്യാരി ഓവർ ചെയ്യും, ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക്. അപ്പം അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഇപ്പോൾ ഭർത്താവ് വഴി ഉണ്ടാവും. മനുഷ്യന്മാരുടെ വായിലെ നാക്കുകൊണ്ട് അവർക്ക് എന്തും പറയാം, എന്തും നമ്മളോട് ചെയ്യാം. അപ്പം നിങ്ങളോട് സ്വാതന്ത്ര്യമുള്ളവർ കൂടുതൽ അല്ല, നിങ്ങളുടെ മക്കളൊക്കെ നമ്മൾ തന്നെ ഓർക്കും, ഇവനൊക്കെ ഇത്രയും വലുതായിട്ടും ഒരു ബോധം വെച്ചില്ല എന്ന് ഓർക്കും. നമ്മുടെ മക്കൾ നമ്മളോട് കാണിക്കുന്ന ചില കോപ്പറേറ്റ് തരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ക്ഷീണമായിട്ട് കിടക്കുകയാണ്, അവൻ തിരക്കി പിടിച്ച് വന്ന് ബൈക്കിനെ കാറിനെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയി എടുത്ത് അവിടെയും തിരികെ വെച്ച് ഇവിടെയും തിരികെ വെച്ചിട്ട് അവൻ ഉടനെ പോകും. അമ്മ ചിലപ്പോൾ നടുവ് വെട്ടി കിടക്കിയിരിക്കും. എന്താണ് അമ്മ കിടക്കണമെന്ന് പോലും അവൻ ചോദിക്കത്തില്ല. ഞാൻ പറയണത് ചോദിക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. കർത്താവ് തൻ്റെ ശിഷ്യനെ ഒറ്റക്കാണ് വളർത്തുന്നത്, ആരെയും കണ്ടിട്ടല്ല വളർത്തുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, അവൻ ജയിക്കാൻ പറയും, അവൻ ഇപ്പോൾ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഇപ്പോൾ അവൻ ആ പെണ്ണ് പറയാണ് കേൾക്കണത്, എന്നെ കേൾക്കണില്ല. അങ്ങനെയൊക്കെ അത് ഡയലോഗ് എന്ന് പറയേണ്ട ഒരു കാര്യമില്ല, ഒരു കഥയില്ല. അത് നിങ്ങൾ വളരെ തരം താഴ്ന്ന ആധ്യാത്മിക സൂക്ഷിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ചില ചെക്കുകളൊക്കെ വെക്കുന്നത്. ഒരു പ്രശ്നമില്ല, ഇതൊക്കെ ഓൾറെഡി ഉള്ളതാണ്. എല്ലാ ദിവസങ്ങളിലും അതാതിൻ്റെതായിട്ടുള്ള ക്ലേശങ്ങൾ മതിയെന്ന് ഈശോ പറയത്തില്ലേ? ഇപ്പോൾ ക്ലേശങ്ങൾ ഉണ്ടാകുന്ന ടേക്ക് ദ വിഡ് ഓഫ് ഗോഡ്. എല്ലാ ദിവസങ്ങളും അതിൻ്റെ ക്ലേശങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. കരങ്ങൾ യേശുവേ പാടാം. ആരാധന, ആരാധന ശ്രീവേ, ആരാധന, ആരാധന, ആരാധന ശ്രീവേ, ആരാധന. ഹല്ലേലൂയ, 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 തിമോത്തി 4:2 എടുത്ത് ശ്രുതികടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ഏറ്റു പറഞ്ഞേ. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പം ചില സമയത്ത് സാഹചര്യം അനുകൂലമായിരിക്കത്തില്ല, പക്ഷെ അപ്പോഴും സുവിശേഷ ജാഗ്രത ഉണ്ടാകണം നമുക്ക്. അതാണ് അവൾ പറയണത്, എനിക്ക് ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ ഉടമ്പടി തന്നെ ജീവിക്കും.
അതാണ് സാഹചര്യം മോശമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സുവിശേഷ വില മാറ്റത്തില്ല. അതാണ് അനുഗ്രഹാനന്തര കാലഘട്ടത്തിലുള്ള നിലപാടെന്ന് പറയണത്. പല ആൾക്കാരും പണി മേടിക്കുന്നത് ഇവിടെയാണ്. അനുഗ്രഹം വരെ അവർ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യും. അനുഗ്രഹാനന്ത കാലത്തിൽ അവർ തനിനിറം കാണിക്കും. പക്ഷേ ഈ തനിനിറം കാണിക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് ഉടമ്പടി പമ്മി നിൽക്കുന്നത്. ഉടമ്പടി സ്പീഡാകുന്നതിൻ്റെ കാര്യം നിങ്ങൾ ഈ അനുഗ്രഹാനന്ദ കാലത്ത് പഴയ ആളായിട്ട് മാറും എന്നുള്ളതും അവിശ്വസ്ത കാണിക്കുമെന്നും ദൈവത്തിന് നേരത്തെ അറിയാം. അവിടെ അത് ചെക്ക് വെച്ച് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അനുഗ്രഹാനന്ദ കാലഘട്ടത്തിലും വിശ്വസ്തയോടെ സാഹചര്യം അനുകൂലമാകുമ്പോഴും അല്ലാത്തപ്പോഴും വിശ്വസ്തയോടെ ഉടമ്പടിയിലെ സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാൻ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥന. അച്ഛൻ പ്രാർത്ഥിച്ചു തരും. മക്കളെ ഏറ്റു പ്രാർത്ഥിക്കണം. ഈ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റി മാറ്റി വെച്ചോണ്ട് പ്രാർത്ഥിക്കണം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എന്റെ കർത്താവേ, അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ രോഗമുള്ള ഇടങ്ങളിലേക്ക് ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോയുടെ നാമത്തിലെ ശക്തി പടരട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവികമായ ശക്തി പരട്ടെ. മാരകരോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ, അവയവങ്ങള്, ത്വക്ക് രോഗങ്ങള്, പിസിഒഡി രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, സർവ്വമാലിന്യങ്ങള്, സർവ്വമാരക രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സദയം തുടരേ സുഖമായി എന്റെ സദയം തുടരേ സുഖമായി. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കള് കൈകള് രോഗമുള്ളിടത്തെല്ലാം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ശ്രുതികട. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്ത് കർത്താവേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ശിരസ് മുതൽ കർത്താവ് ഉച്ച മുതലുള്ള കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. ബ്ലോക്കുള്ളവരെ, കരരോഗികൾ, ഉദരരോഗികൾ, കുടലിന് അൾസറുള്ളവർ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മുതുകിന് വേദനയുള്ളവർ, നീതി കെട്ടിയിരിക്കുന്നവർ, കർത്താവ് ഡിസ്കുകൾ അകന്നിരിക്കുന്നവർ, പലതരത്തിലുള്ള വേദന ഉള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ സൗഖ്യം പ്രാപിക്കുന്ന കർത്താവ്. ത്വക്ക് രോഗങ്ങൾ, ചിരങ്ങ് രോഗങ്ങൾ, അതുപോലെയുള്ള എല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നനയപ്പെടട്ടെ, കുതിരപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ത്വക്ക് രോഗങ്ങൾ, ഞരമ്പിനുണ്ടാകുന്ന രോഗങ്ങൾ, വെയിൻസിനുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, ശിസ്തുരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട. ഹല്ലേലൂയ. 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 എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈ നാമത്തെ ഈ ആരാധനയിലൂടെ
വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ നിറയണമേ, സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, ഈ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ജോലിയില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, വീടില്ലാത്തവർ, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർ, സ്ഥലമുണ്ട് വഴിയില്ലാത്തവർ, അവിടെ വെള്ളം കിട്ടാത്തവർ, ജോലി തടസ്സങ്ങൾ, നിയമപരമായ തടസ്സങ്ങളുള്ളവർ, ജോലിക്ക് വേണ്ടി ന്യായമായിട്ട് കിട്ടാനുള്ള ജോലി കിട്ടാത്തത് കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നവർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ശത്രുക്കളുടെ പീഡനങ്ങൾ കാരണം ജീവിതത്തിൽ ഒരു മേൽഗതി ഇല്ലാതെ ഇരിക്കുന്നവർ, പല ബ്ലോക്കുകളും ചവിട്ടിപ്പിടുത്തങ്ങളും കാരണം മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്നവർ, അവരുടെ എല്ലാ പ്രതിയോഗികളും കർത്താവിന് നാം നിർവീര്യമാകുന്ന സമയമാണ്. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരാണ്. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ജോലിയില്ലാത്തവർ, ഭവനരഹിതർ, കർത്താവ് കുടുംബത്തിലെ കർത്താവ് ഭർത്താവും ഭാര്യ അകന്ന് താമസിക്കുന്നവർ, ഈശോയെ അവരടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കേസുള്ളവർ കർത്താവ്, കേസ് അനുകൂലമായ വിധി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഓരോ രേഖകൾ കർത്താവ്, വിസ പുതുക്കാത്തവർ, പുതുക്കപ്പെടാത്തതുകൊണ്ട് വേദന അനുഭവിക്കുന്നവർ, കർത്താവിൻ്റെ ജീവിതം തന്നെ അടഞ്ഞു പോകുന്ന അവസ്ഥയിൽ കർത്താവ്, നാട്ടിൽ വന്നിട്ട് കയറിപ്പോകാൻ പറ്റാത്തവർ, അതുപോലെ തന്നെ ജോലികൾ തടസ്സം വെച്ചിരിക്കുന്നവർ, റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവർ, അതുപോലെ തന്നെ വിസ ഇൻ്റർവ്യൂ നടത്തുന്നവർ, അതുപോലെ നാട്ടിലെ ജോലിക്കും സർക്കാരിലെ തടസ്സങ്ങളുള്ളവർ കർത്താവ്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാള ദൈവശക്തിയാൽ മാരക തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന. എല്ലാ ജീവിതങ്ങളുടെ തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സദയം തുടരണേ, സുഖമായി എൻ്റെ ഉള്ളിൽ. മൗനമായി പ്രാർത്ഥിക്കാം മക്കളെ. എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുന്ന സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നന്ദിയുടെ ഒരു വാക്ക്. കൃപാസനം ജപമാല റാലി അവിശുദ്ധമാക്കാൻ മാതാവിൻ്റെ കൈയും കാര്യമായി പ്രവർത്തിച്ച അനേകം പ്രവർത്തകരുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും സ്വദേശത്തും വിദേശത്തും പ്രവർത്തിച്ചവരുണ്ട്. ബസ്സിൻ്റെ ലീഡേഴ്സുണ്ട്. അവർ കുറേ വിഷമങ്ങൾ അനുഭവിച്ചാണ് ഓരോ ബസ്സും അറേഞ്ച് ചെയ്തത്. അതിനുവേണ്ടി അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞെരുക്കങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ ആരാധനയിൽ അവരുടെ കുടുംബത്തെയും അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഇപ്പോഴും ആരാധന സമർപ്പിക്കുകയാണ്. ഒത്തിരി പേര് സാമ്പത്തികമായിട്ട് നമ്മുടെ റാലിയെ അതിൻ്റെ ചിലവുകളെ വഹിച്ചിട്ടുണ്ട്. അവർക്കും ഇപ്പോഴ് പരിശുദ്ധയുടെ മാധ്യസ്ഥരീശയ്ക്ക് ഏൽപ്പിക്കുന്നവരെ നന്ദിപൂർവ്വം രാത്രി മുഴുവനും വെളിച്ചമായിരുന്നു. പകൽ വഴി 4 മണിക്ക് റാലി ആരംഭിച്ചത് വെളുപ്പിനെ. അങ്ങനെ ആരംഭിക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അത്രയും ഒരു എക്സ്പ്ലോഷനാണ് ഉണ്ടായത്. അപ്പോൾ ഇരുട്ട് വഴികളിലെല്ലാം നമ്മൾ ട്യൂബിട്ട് വർക്ക് ചെയ്തവരുണ്ട്.
ഇതിനുവേണ്ടി നിസ്സദ്രമായിട്ട് രാത്രിയും പകലും വർത്തിച്ച് ശിക്ഷിയുടെ അംഗങ്ങളുണ്ട്. ഇതിനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ജവമാർ റാലി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് നടത്തിയവരുണ്ട്. അവരെല്ലാം ഇപ്പോഴും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ കുപ്പിക്കടുത്ത് പോലുള്ള ചില വഴികളിലൂടെ പോകേണ്ടി വന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞിരുന്ന് നമ്മളെ പരിഹരിക്കുകയും അതെല്ലാം ഒറ്റ വഴിയാക്കി കടലോരത്തുകൂടി നമ്മൾ പോയി. അതെല്ലാം ഈ കൊല്ലത്തെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഈ കൊല്ലം വേറെ ചില ബുദ്ധിമുട്ടുകളുണ്ടായി, ചിലർക്ക് ഉണ്ടായിട്ടുണ്ട്. കാര്യം നമ്മൾ 12 വണ്ടികളാണ് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്നത്. പോലീസ് ട്രാൻസ്പോർട്ടിൽ അതിൻ്റെ പണം അടച്ചിട്ട് 12 വണ്ടികളുടെയും ഒരു ദിവസം മുഴുവനും അതിൽ കയറുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് അർത്തിങ്കലിൽ നിന്ന് നാഷണൽ ഹൈവേയിൽ ഇറക്കി കൊടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ പേരിൽ ജനബാഹുല്യം കാരണം കുറച്ച് തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് പോകാൻ വൈകിട്ടുണ്ട്. മനഃപൂർവ്വമല്ല, അത് അത്രയും ബ്ലോക്കായിരുന്നു. കർദിനാൾ പിതാവിനെ വരെ എത്താൻ ഭയങ്കര തടസ്സമായിരുന്നു. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ് പിതാക്കന്മാർ വഴിയിൽ കിടന്നത്. കാര്യം എല്ലാ സ്ഥലങ്ങളിലും ബ്ലോക്കായിപ്പോയി. അപ്പം അതുകൊണ്ടുണ്ടാക്കിയിട്ട് അസൗകര്യങ്ങൾ കുറേ പേർക്ക് ഉണ്ടായിട്ടുണ്ട്. പരമാവധി അടുത്ത കൊല്ലം അതും പരിഹരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് പഠിച്ചിട്ട് കുറച്ചുകൂടി കഴിഞ്ഞ കൊല്ലം കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്ന് വേറെ സ്ഥലങ്ങളിലെല്ലാം ബുക്ക് ചെയ്യുകയും വണ്ടി ഇടാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ഈ പ്രാവശ്യം പ്രൈവറ്റ് ബസ്സുകളും ആൾക്കാരെ നാഷണൽ ഹൈവേയിലിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവിടെ പിന്നെ 20 രൂപ വെച്ച് ആളോട് കയറി വരുമാനം മേടിച്ചിട്ടാണ്. കൃപാസനം അറേഞ്ച് ചെയ്ത് ഫ്രീ ആയിരുന്നു. അത് ഷട്ടിൽ സർവീസായിട്ട് സർക്കുലറായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് വണ്ടി എത്താനുള്ള താമസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 5 ലക്ഷത്തോളം മനുഷ്യരാണ് ഈ റാലിയിൽ പങ്കെടുത്തത്. അപ്പം നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് ഒത്തിരിയേറെ ഭക്ഷണം വഴിനീളം അറേഞ്ച് ചെയ്തു, പള്ളിയിലും അറേഞ്ച് ചെയ്തിട്ടും എന്നിട്ടും ചെറുക്കൊക്കെ വെള്ളം കിട്ടിയില്ല. അപ്പം അത് അടുത്ത കൊല്ലം അതും പരിഹരിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി നമ്മളെ എല്ലാ തരത്തിലും സഹായിച്ചവരും ഇതിൻ്റെ പേരിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞെരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക കൃപ ലഭിക്കാൻ വേണ്ടി ഇപ്പോഴും ആരാധന മുമ്പിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ റാലിയെ സഹായിച്ചിട്ടുള്ള പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഇതിനെ മനസ്സിലേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ സുവിശേഷ വേല ചെയ്തതിൻ്റെ അനുഭവിച്ച ഞെരുക്കങ്ങളുടെ മേലെ മനസ്സിനും ശരീരത്തിനും സാമ്പത്തികമായിട്ടും അല്ലാതെയും അനുഭവിച്ച ഞെരുക്കങ്ങളുടെ മേലെ അവർക്കെല്ലാം കർത്താവിൻ്റെ തിരുമുറുപാർന്ന വലത് കരത്താൽ അവരെ ആശീർവദിക്കട്ടെ. അതിനുവേണ്ടി പ്രവർത്തിച്ച ഓരോ മനുഷ്യരെയും അവിടെ ഓരോ കുടുംബങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മധ്യസ്ഥത്തിലെ യേശു നാമത്തിൽ ആശീർവദിക്കുന്നു. യേശുവേ സ്വസ്ഥമായി സമാപന ആശീർവാദം മുട്ടേ നിൽക്കുക, ആശീർവാദം സ്വീകരിക്കുക. പരിശുദ്ധ